നമസ്കാരം എല്ലാവർക്കും ഗാജറ്റ്സ് ഓൺ മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് പേര് OnePlus 7 ആ ഒരു റിവ്യൂവിന് ശേഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് വാട്ടർ പ്രൂഫ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല ഇതിൻ്റെ സ്ലോ മോഷൻ ക്യാമറയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ടുമാണ് നമ്മളിന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ സ്ലോ മോഷൻ ക്യാമറയാണ്. സ്ലോ മോഷൻ ക്യാമറയെ പറ്റി സംസാരിക്കുന്ന സമയത്ത് ആദ്യം തന്നെ നിങ്ങൾ ആ ഒരു ക്യാമറ ഇൻ്റർഫേസിൽ നിന്ന് സ്വൈപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കൂടുതലായിട്ട് ഓപ്ഷൻസിലേക്ക് വരും. അവിടെ നിന്ന് നമുക്ക് സ്ലോ മോഷൻ ക്യാമറ എന്നുള്ള ഒരു ഭാഗം സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. സെലക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും സ്ലോ മോഷൻ രണ്ട് തരത്തിലുണ്ട്. 480 FPS-ലും 240 FPS-ലും നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം FPS ആണോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്, ഒരു സെക്കൻഡിൽ എത്രത്തോളം FPS ആണോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് അതിനനുസരിച്ച് നമുക്ക് സ്ലോ മോഷൻ ആക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ S10 ഒക്കെ ആണെങ്കിൽ 960 FPS-ലൊക്കെ നമുക്ക് സ്ലോ മോഷൻ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്താകെ 480 FPS-ഉം 240 FPS-ഉം മാത്രമേ ഉള്ളൂ. 240 FPS എന്ന് പറയുന്നത് ഒരുവിധം സ്ലോ മോഷനാണ്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടും ഏറ്റവും കിടിലുമായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ 480 FPS ആണ്. കാരണം സൂപ്പർ സ്മൂത്താണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് തരത്തിൽ ഒരു എന്താ പറയുക കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ അനിയനും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി നല്ല ലെവലിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സാമ്പിൾസ് കാണിക്കുന്നതിന് മുന്നേ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഈ ഒരു സ്ലോ മോഷൻ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ലൈറ്റിംഗ് കണ്ടീഷൻ വേണം. നല്ലൊരു ലൈറ്റിംഗ് കണ്ടീഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ലോ മോഷൻ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരുപാട് ഫ്രെയിം ഡ്രോപ്പ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇൻഡോർ ആണ് സ്ലോ മോഷൻ ഷൂട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു ലൈറ്റിംഗ്, നല്ല ഹാർഡ് ആയിട്ടുള്ള ലൈറ്റിംഗ് കണ്ടീഷൻ വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ചെയ്യുക ഗോ ഔട്ട്സൈഡ് ആൻഡ് ഷൂട്ട് ചെയ്യാൻ ഏറ്റവും കംഫർട്ടബിൾ പുറത്താണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഈ സന്ധ്യ സമയമൊന്നുമല്ല, ജസ്റ്റ് നമ്മുടെ ഈ ഒരു എന്താ പറയുക രാവിലെ 10 മണി 11 മണി 1 മണി ടൈമൊക്കെ എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഈ സ്ലോ മോഷൻ എന്ന് പറയുന്ന സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുന്നത് അതിൻ്റെ എന്താ പറയുക ഈ വെള്ളം വെച്ചിട്ടുള്ള പരിപാടികളാണ്. അതുകൊണ്ട് തന്നെ അത് വെച്ചിട്ടാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്ലോ മോഷൻ്റെ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വാട്ടർ പ്രൂഫിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഞാൻ സ്ലോ മോഷൻ ക്യാമറ യൂസ് ചെയ്ത് എടുത്തിട്ടുള്ള കുറച്ച് വിഷ്വൽസാണ് കാണിച്ചു തരാൻ പോകുന്നത്. എൻജോയ് ചെയ്യാം. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫിങ്. ആക്ച്വലി OnePlus 7 Pro എന്ന് പറയുന്നത് ഒരു IP സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു വാട്ടർ പ്രൂഫ്ഡ് അല്ലെങ്കിൽ IP സർട്ടിഫിക്കേഷൻ ഉള്ള ഒരു ഡിവൈസ് അല്ല. അതായത് IP സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ റെസിസ്റ്റൻറ്റിന് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കേഷൻ ആണ് IP സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കേഷൻ ഇതിനകത്ത് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് IP സർട്ടിഫിക്കേഷൻ ചെയ്യാനായിട്ട് പ്രൈസ് കൂടുതലായിരിക്കും. കാരണം IP സർട്ടിഫിക്കേഷൻ കൊടുക്കാനായിട്ട് ഓരോ ഡിവൈസിനും 2000-3000 രൂപ വെച്ചിട്ട് കൂടുതലാവും. അതേസമയം പറ്റുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ OnePlus-ന് ഇത് സെയിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക്
ഇതിനെ ഒരു നല്ലൊരു അഫോർഡബിൾ പ്രൈസിൽ കൊണ്ടുതരാനായിട്ട് പറ്റില്ല. അതാണ് അവർ IP സർട്ടിഫൈഡ് ആക്കാത്തത്. പക്ഷേ ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ വാട്ടർ പ്രൂഫിംഗ് ടെസ്റ്റാണ്. കേരളത്തിലെ ആദ്യത്തെ വാട്ടർ പ്രൂഫിംഗ് ടെസ്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വേറെ ആരും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ഈ ഒരു ഇൻറ്റൻഷൻ അല്ലെങ്കിൽ വാട്ടർ പ്രൂഫിംഗ് ടെസ്റ്റ് ചെയ്യണമെന്നൊരു സംഭവം എൻ്റെ മനസ്സിലുണ്ടായത് MKBHD ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ ചെയ്ത് അവരൊക്കെ കൺഫേം ചെയ്ത കാര്യമാണ്. അപ്പോൾ ചിലപ്പോൾ എൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം പറ്റി ഒരു 50,000 രൂപ എൻ്റെ കയ്യിൽ നിന്ന് പോയേക്കാം. എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ റിസ്ക് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് വാട്ടർ പ്രൂഫിംഗ് ടെസ്റ്റിലേക്ക് കിടക്കാം. OnePlusൻ്റെ ട്രയലേഴ്സിൽ ഈ വാട്ടർ പ്രൂഫ് ചെയ്തത് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അകത്തു നിന്ന് എടുക്കുന്ന ഒരു വിഷ്വലുണ്ട്. അത് കണ്ടിട്ട് ഒരുപാട് ഡേവൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ ഇട്ടു. MKBHD ചെയ്തു. അപ്പോൾ നമ്മുടെ മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ട് OnePlus 7 Proയുടെ വാട്ടർ പ്രൂഫ് ടെസ്റ്റ് ചെയ്യുന്നത് ഞാനാണ്. ഈ ഡിവൈസ് അടിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ 50,000 രൂപ കൊടുക്കേണ്ടി വരും. അതും ടോപ്പ് എൻഡ് മോഡലാണ്. അപ്പോൾ എന്താവുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ ചെയ്തു നോക്കാൻ പോവാണ്. എനിക്കൊന്നും അറിയത്തില്ല എന്താകുമെന്ന്. എനിക്ക് ഒരു പിടിയില്ല. ഞാൻ ഒരു മിനിറ്റ് ഒരു മിനിറ്റാണ് ഞാൻ ഇട്ട് നോക്കാൻ പോകുന്നത്. എല്ലാവരും 30 മിനിറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് അതിനുള്ള റിസ്ക് എടുക്കാൻ വയ്യ. അപ്പോൾ 1 മിനിറ്റ് ഇട്ട് നോക്കാൻ പോവാണ്. വെള്ളത്തിൻ്റെ അകത്തുനിന്ന് ടച്ചൊന്നും വർക്കാവുന്നില്ല കേട്ടോ. ടച്ചൊന്നും വർക്കാവുന്നില്ല. വെള്ളത്തിൻ്റെ അകത്ത് ഇട്ടുന്ന സമയത്ത് ടച്ചൊന്നും വർക്കാവുന്നില്ല. അപ്പോൾ ദൈവമേ, നമുക്ക് ആ ടൈമറും അറിയാൻ പറ്റില്ലല്ലോ. നമുക്ക് ആ ഒരു ടൈമർ കാണുന്ന രീതിയിലേക്കിടാം. അപ്പോൾ ഉണ്ടോ, 1 മിനിറ്റാണ് നമ്മളിവിടുത്തെ സമയം. 1 മിനിറ്റ് ആവാറായെന്ന് തോന്നുന്നു. 31 സെക്കൻഡ് ബാക്കിയുണ്ട്. എനിക്കാണെങ്കിൽ ടെൻഷനാണ്. 50,000 രൂപയുടെ ഇത് ഇപ്പോൾ വല്ല ഈ സാധനം സ്ക്രീനും വല്ലതും അണഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്ത് മലന്ന് കിടക്കും. അപ്പോൾ 19 സെക്കൻഡും കൂടിയേ ഉള്ളൂ. പെട്ടെന്ന് ഇറ്റ് ഈസ് സോ ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ എല്ലാ പേരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാത്രമായിട്ട് എന്താ കുറയ്ക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഞാനും ചെയ്യുന്നത്. അപ്പോൾ 7, 6, 5, 4, 3, 2, 1. സൗണ്ടൊക്കെ സ്പീക്കറൊക്കെ വർക്കാവുന്നുണ്ട് കേട്ടോ. വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് തന്നെ സ്പീക്കറൊക്കെ വർക്കാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വാട്ടർ പ്രൂഫിംഗ് ടെസ്റ്റ് നമ്മൾ സക്സസ്ഫുള്ളി ചെയ്തിട്ടുണ്ട്. ക്ലാപ്പി നമ്മൾ നമ്മുടെ OnePlus 7 Proയുടെ വാട്ടർ പ്രൂഫ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് ഇത് IP റേറ്റഡ് അല്ല. ഇത് ആക്ച്വലി വാട്ടർ പ്രൂഫഡ് ആയിട്ടുള്ളൊരു ഫോണാണ്. പക്ഷേ IP റേറ്റഡ് അല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ IP റേറ്റ് ചെയ്യാനായിട്ട് നല്ല പൈസയാവും. അതുകൊണ്ട് തന്നെ നല്ലൊരു ചിലവ് വരും നമുക്ക്. അല്ലെങ്കിൽ ഇപ്പോൾ 50,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 54,000 56,000 രൂപയാവും IP റേറ്റൊക്കെ ചെയ്തിട്ട് വരുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അല്ലാണ്ട് വേറൊന്നുമല്ല. അപ്പോൾ എല്ലാം വർക്കാവുന്നുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ടച്ചിനൊന്നും വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല. ടച്ചൊക്കെ ഇതാ കറക്റ്റായിട്ട് തന്നെ വർക്കാവുന്നുണ്ട്. ഇനി ക്യാമറ ഓണാക്കി നോക്കാം. ക്യാമറ വർക്കാവുന്നുണ്ട്. ക്യാമറയിൽ വെള്ളം ഇരിക്കുന്നുണ്ട്. അത് തുടച്ച് കളയാം നമുക്ക്. ക്യാമറയ്ക്കൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. ക്യാമറയിൽ ഫോട്ടോയൊക്കെ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. ഫോട്ടോയൊക്കെ എടുത്തു ഉണ്ടോ. ഇനി സ്പീക്കർ മെൻസിൽ എന്തായാലും ഇത് കയറി കാണും. ഉറപ്പായിട്ടും വെള്ളം കയറി കാണും. അപ്പോൾ സ്പീക്കർ മെൻസിന് വർക്കാവുമോ ഇല്ല എന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഒരു വീഡിയോ സ്പീക്കർ മെൻസ് വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അത് കറക്റ്റായിട്ട് തന്നെ വർക്കാവുന്നുണ്ട്. നമുക്കൊരു വീഡിയോ പ്ലേ ചെയ്തുകൊണ്ട് വെള്ളത്തിനകത്ത് ഈ വെള്ളം ഇരിക്കുന്നുണ്ട്. ടച്ച് സീനാണ്. അത് ടച്ച് കറക്റ്റായിട്ട് വർക്കാവുന്നില്ല. കാരണം വെള്ളം വരുന്നതുകൊണ്ട് അത് ടച്ച് സെൻസിറ്റിവിറ്റി മാറുകയാണ്. അപ്പോൾ അതാണ് പ്രശ്നം. അപ്പോൾ ഇതാണ് നമ്മുടെ OnePlus 7 Proയുടെ വാട്ടർ പ്രൂഫിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് ചെയ്ത ഞാനെന്നുള്ളൊരു ബഹുമതി എനിക്ക് കിട്ടിയിരിക്കുകയാണ്. വാട്ടർ പ്രൂഫിംഗ് ടെസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. വാട്ടർ പ്രൂഫിംഗ് ടെസ്റ്റ് കണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്കിപ്പോൾ എന്താ പറയാൻ തോന്നുന്നതെന്ന് വെച്ചാൽ അത് പറയാം. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ അല്ലെങ്കിൽ ഒരുപാട് പേര് ഇനി അടുത്ത് എൻ്റെ അടുത്ത് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ, അതിൻ്റെ അകത്ത് വലുതായിട്ടൊന്നും ടച്ച് ചെയ്ത് യൂസ് ചെയ്യുന്നതൊന്നും കാണിച്ചിട്ടില്ല, ഇത് വർക്കാവുന്നുണ്ടോ എന്നുള്ളത്. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ ചെയ്തതാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ OnePlus 7 തന്നെയാണ് ഇരിക്കുന്നത്. ഒരു പ്രശ്നമില്ല. ക്യാമറയ്ക്ക് ഒരു പ്രശ്നമില്ല. ഒന്നിലും ഒരു പ്രശ്നവും കാണുന്നില്ല. എല്ലാം സ്മൂത്തായിട്ട് തന്നെ വർക്കാവുന്നുണ്ട്. ഇതിൻ്റെ സ്പീക്കർ മെൻസ് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, സ്പീക്കർ മെൻസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്. സ്പീക്കറൊന്നും ഒരു പ്രശ്നമില്ല. നിങ്ങൾക്കിപ്പോൾ കേൾക്കാൻ പറ്റും. കറക്റ്റായിട്ട് തന്നെ കേൾക്കാൻ പറ്റും.
ഒരു തരത്തിലുള്ള പ്രശ്നമില്ല. ആദ്യം ആ ഒരു വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കുറച്ച് കരകരപ്പുണ്ടാവും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്പീക്കർ പെൻസിൽ വെള്ളം ഇരിക്കുന്നതാണ്. അതങ്ങ് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നം വരില്ല. ടച്ചിലും പ്രശ്നമൊന്നുമില്ല, മൈക്രോഫോണിലും പ്രശ്നമൊന്നുമില്ല, ഒരു തരത്തിലും പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നിങ്ങളെ അറിയിക്കുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങളിനി ചോദിച്ചേക്കാം സ്പീക്കർ അല്ലെങ്കിൽ മൈക്രോഫോണിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്. എന്താ ഞാൻ ഒരു കോൾ ചെയ്ത് കാണിക്കാം. ഹലോ, ഞാൻ സംസാരിക്കുന്ന കറക്റ്റായിട്ട് കേൾക്കാമോടി? അത് ഇപ്പോൾ കേൾക്കാവോ? ഇപ്പോഴോ? എല്ലാ തരത്തിലും ഒരു തരത്തിലുള്ള ഒരു പ്രശ്നമൊന്നുമില്ലല്ലോ. കണ്ടോ, ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും നമ്മുടെ മൈക്രോഫോണിനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇതാണ് വെള്ളത്തിലിട്ടിട്ടും ഒരു പ്രശ്നവും തന്നെ ഈ ഒരു ഡിവൈസിന് പറ്റിയിട്ടില്ല എന്നുള്ളതിന് പ്രൂഫുമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലായിടത്തും ഒന്ന് ഷെയർ ചെയ്യുക. ഇത് നമുക്ക് 1 ലക്ഷം അടിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു കാര്യം ഇതിൻ്റെ ഇടയ്ക്ക് പറയാനായിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, എനിക്കൊരു ഗെയിമിംഗ് ചാനലുണ്ട്. അതിനകത്ത് ഞാൻ ഗെയിം പ്ലേസ് ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ അകത്ത് ഗെയിമിംഗ് റിവ്യൂസും ബെഞ്ച് മാർക്കിങ്ങും അങ്ങനെയുള്ള കുറച്ച് സ്റ്റഫ്, അല്ലെങ്കിൽ ഗെയിം പ്ലേയിൽ നിന്ന്, നോർമൽ ഗെയിം പ്ലേയിൽ നിന്ന് സെൻസിറ്റിവിറ്റി സെറ്റിംഗ്സ്, ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. 1 ലക്ഷം അടിക്കാനായിട്ട് കുറച്ചും കൂടിയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതിലും എനിക്ക് 1 ലക്ഷം അടിക്കാനായിട്ട് പറ്റും. ഞാൻ മറന്നിട്ടില്ല, ഇന്നലത്തെ വീഡിയോയുടെ ബെസ്റ്റ് കമൻറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. എനിക്ക് ഈ ഒരു കമൻറ്റുകളൊക്കെ നിങ്ങളിത് മനഃപൂർവ്വം ഇടുന്നതാണോ അതോ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആക്ച്വലായിട്ടുള്ള ഫ്രാങ്ക് ആയിട്ടുള്ള കാര്യമാണോ എന്ന് അറിയത്തില്ല. എന്തായാലും നിങ്ങളുടെ ഈ ഓരോ കമൻറ്റും എനിക്ക് ഒരുപാട് ഇൻസ്പയർ ആവുന്നുണ്ട്. നിങ്ങളുടെ ഈ ഓരോ കമൻറ്റും വായിച്ചതിന് ശേഷമാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. രാവിലെ എണീക്കുന്നതും നിങ്ങളുടെ ഓരോ കമൻറ്റുകൾ കണ്ടിട്ടാണ്. അപ്പോൾ ഈ കമൻറ്റുകളൊക്കെ ഒരുപാട് എന്നെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് നല്ലൊരു ലെവലിൽ. അപ്പോൾ താങ്ക് യു ഫോർ ദി സപ്പോർട്ട്. താങ്ക് യു ഗൈസ്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുപിടുന്നതായിരിക്കും. ബൈ.